ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു റിങ്ങിൽ, വുഡൻ റിങ്ങിൽ ക്രോഷ്യ എങ്ങനെ അറ്റാച്ച് ചെയ്യാൻ നോക്കാം. വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് വരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വർക്കാണിത്. നമുക്കിങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ അതെല്ലാം നമ്മൾ രാറ്റിൽസൊക്കെ ഉണ്ടാക്കിയിട്ട് ഹെഡൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ചെയ്യണമെങ്കിലും ഈ ഒരു ബേസ് നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ ഒരു ബേസ് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതുപോലെയുള്ള വുഡൻ റിംഗ് ഒക്കെ കിട്ടിക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് എങ്ങനെ ക്രോഷറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ റാറ്റിൽസൊക്കെ അതിൽ എങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 4 ബേബി സോഫ്റ്റ് കോട്ടൺ ഞാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2.5 mm ഉക്സെറ്റുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ ഒരു നീഡിലും ആവശ്യമുണ്ട്. പിന്നെ സിസേഴ്സും ആണ് വേണ്ടത്. പിന്നെ അതുപോലെ ഈ വുഡൻ റിങ് നമ്മൾക്കൊന്ന് മെഷർമെൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എത്ര ഫുൾ റൗണ്ടിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും റൗണ്ടിൽ ഇങ്ങനെ മെഷർമെൻറ്റ് എടുത്തിട്ട് നമുക്കിങ്ങനെ ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഹാഫിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഹാഫ് എന്ന് പറയുമ്പം നമുക്കൊരു 4 ഇഞ്ച് ആ ഒരു വലുപ്പത്തിൽ ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ച് ആ ഒരു വലുപ്പമാകുമ്പോൾ നമുക്ക് ഏകദേശം നമ്മളെ ഹാഫ് ആവും. 3.5 ഇഞ്ച് ആ ഒരു വലുപ്പത്തിൽ ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വുഡൻ്റെ റിങ്ങിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ട് ചിലത് വലിയ സൈസാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് പകുതി ചെയ്യണമെങ്കിൽ അത്ര മെഷർമെൻറ്റിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതെല്ലാം കുറച്ച് ഭാഗം ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അതെല്ലാം ഫുൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് നിങ്ങൾ എടുക്കുന്ന മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയി വരും. അപ്പോൾ ഞാനിവിടെ ഒരു പകുതിക്കാണ് എടുക്കുന്നത്. അപ്പോൾ പകുതി എന്ന് പറയുമ്പോൾ 3.5 ഉള്ളിലായിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഞാനിങ്ങനെ എടുത്തിട്ട് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഹുക്കിനൊന്ന് വലിച്ച് ഈ ചെയിനൊന്ന് ചെറുതാക്കി കൊടുക്കുക. അണോർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ചെയിൻ സ്റ്റിച്ച് കൗണ്ട് ഒന്നും ചെയ്യണ്ട. ചെയിൻ സ്റ്റിച്ച് കൗണ്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് യാണിൻ്റെ തിക്നെസ്സും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഹുക്കിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് ചേഞ്ചസ് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും മെഷർമെൻറ്റ് നോക്കുക. ആ മെഷർമെൻറ്റ് നോക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ചെയിൻ സ്റ്റിച്ച് കൗണ്ട് ചെയ്യേണ്ടതൊന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് മെഷർമെൻറ്റ് നോക്കുകയാണ്. അപ്പം എനിക്ക് മെഷർമെൻറ്റ് 2 സ്റ്റിച്ചും കൂടി ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മെഷർമെൻറ്റ് 1 പോയിൻ്റ് അധികമുണ്ട്. ആ ഒരു രീതിക്ക് ആണ് എനിക്ക് വുഡൻ്റെ റിങ് മെഷർമെൻറ്റ് ചെയ്തപ്പോൾ ആ ഒരു മെഷർമെൻറ്റാണ് കിട്ടിയത്. ഇനി നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. ഈ ഹുക്കുള്ള യാണല്ല, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പം ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. ഞാനോ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തെടുക്കുമ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. ഇനി തൊട്ടടുത്ത ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. ഞാനോ ചെയ്യുക, ഈ 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. അതേപോലെ എല്ലാ ചെയിനിലും നമുക്ക് ഈ ഒരു ലാസ്റ്റ് എത്തുന്നവരെ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള സ്ലിപ്പ് നോട്ട് എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. ഒരു ചെയിനിൽ 1-2 സ്റ്റിച്ചസ് ആവരുത്. അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഒരേ വലുപ്പത്തിലും വേണം നമുക്ക് സ്റ്റിച്ചസൊക്കെ ചെയ്തെടുക്കാൻ. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാത്തവർക്ക് കറക്റ്റ് സ്റ്റിച്ചസൊക്കെ കിട്ടും. ബിഗിനേഴ്സ് ആകുമ്പോൾ ഓരോ സ്റ്റിച്ചിലും ഒന്ന് തന്നെയല്ലേ ചെയ്യുന്നതെന്ന് കൗണ്ട് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്യരുത്. ഒരു ചെയിനിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യരുത്. അതുപോലെ തന്നെ സിംഗിൾ ക്രോഷേ ചെയിൻ സ്റ്റിച്ച് സ്കിപ്പായി പോവുകയും ചെയ്യരുത്.
അപ്പോൾ ഞാനിവിടെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഈ ഒരു ലാസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ട് ചെയ്യാണ്. ചെയിൻ 1 ചെയ്യാം. നമുക്ക് വർക്ക് ടേൺ ചെയ്യാം. എന്നിട്ട് ഈ ഒരു സ്റ്റിച്ചിൽ തന്നെ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്, അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷ്യ. നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക. ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസെർട്ട് ചെയ്യുന്നില്ലെന്ന് ശ്രദ്ധിക്കുക. ഒരു ചെയിനിൽ തന്നെ 2 പ്രാവശ്യം ഹുക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് സ്റ്റിച്ചസ് ചെയ്യരുത്. അതൊക്കെയാണ് നമുക്ക് ഈ ഒരു റൗണ്ടിൽ ശ്രദ്ധിക്കാനുള്ളത്. ബിഗിനേഴ്സ് ആണെങ്കിൽ താഴെ നമ്മൾ എത്ര സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെന്ന് കൗണ്ട് ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് റൗണ്ട് ചെയ്യുമ്പോൾ അത്ര സ്റ്റിച്ച് കിട്ടുന്നുണ്ടോയെന്ന് നോക്കുക. അവിടേക്കാണ് സ്റ്റിച്ചസ് മിസ്സാകുമ്പോഴൊക്കെയാണ് നമ്മളെ വർക്ക് നീറ്റില്ലാതായി പോവുക. ലാസ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള സിംഗിൾ ക്രോഷ്യയുടെ അവിടെ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനിയും മെഷർമെൻറ്റ് വേണം. അപ്പോൾ ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക, എന്നിട്ട് സെയിം ചെയിനിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇവിടെ എത്തുന്ന വരെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. എന്നിട്ട് നമുക്കിങ്ങനെ പിടിച്ചിട്ട് വെച്ച് നോക്കാം. ഈ ഒരു ഇപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ ആയിട്ടുള്ളൂ. ഇനി നമുക്കൊരു 4-5 റൗണ്ട് കൂടി കൂടി ചെയ്തിട്ട് നമുക്കിങ്ങനെ വെച്ച് നോക്കുക. അത് കറക്റ്റ് ഈ ഒരു റിങ് മൂടുന്നുണ്ടോ എന്ന് നോക്കുക. ആ ഒരു റിങ് അത്രയും റൗണ്ട് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. ചെയ്യുമ്പോൾ ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക, എന്നിട്ട് എല്ലാ ചെയിനിലും ഇങ്ങനെ ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ ലാസ്റ്റിലും ചെയ്യുക. എന്നിട്ട് നമുക്ക് ചെയിൻ 1 ചെയ്ത് വർക്ക് ടേൺ ചെയ്ത് അങ്ങനെ നമുക്ക് ഒരു 7 റൗണ്ട്, ഇപ്പം നമ്മൾ 2 റൗണ്ട് ചെയ്തു, 3ാമത്തെ റൗണ്ട് സ്റ്റാർട്ടിംഗ് ആണ്. ഇനി നമുക്ക് 3, 4, 5, 6, 7 അങ്ങനെ 7 റൗണ്ട് ചെയ്തിട്ട് കറക്റ്റ് ആണോ നോക്കുക. ഇനി വേണമെങ്കിൽ അധികം ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ 7 റൗണ്ടിൽ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് 7 റൗണ്ടിൽ ക്ലോസ് ചെയ്യാം. അത് നിങ്ങൾ എടുത്തിട്ടുള്ള വുഡൻ റിങ്ങിൻ്റെ തിക്നെസ്സിനനുസരിച്ചിരിക്കും കേട്ടോ. നമ്മൾ ഈ ഒരു റൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടത്. ചിലപ്പോൾ റിങ്ങിൻ്റെ തിക്നെസ് കൂടുതലാവും. അപ്പോൾ നമുക്കത് അതിനനുസരിച്ചിട്ട് സ്റ്റിച്ചസ് റൗണ്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് കൊടുക്കണമെങ്കിൽ കുറച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു മെഷർമെൻറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഈ ആണും ഹുക്കും ഡിഫറെൻ്റ് ആവും ചിലപ്പോൾ. അതുപോലെ എടുക്കുന്ന വുഡൻ റിങ്ങും ഡിഫറെൻ്റ് ആവും. അപ്പോൾ എപ്പോഴും നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റിൽ കിട്ടും. അപ്പോൾ ബിഗ്നേഴ്സിനും കൂടി ഹെൽപ്പ് ആകാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നമുക്ക് ഒരു 7 റൗണ്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കുറച്ച് ഒരു 7 റൗണ്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ 3 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഒരു ഇഞ്ചും ഒരു പോയിൻറ്റും അധികമുണ്ട്. ആ ഒരു രീതിക്ക് ചെയ്തപ്പോഴാണ് നമുക്കൊരു ഈ ഒരു വുഡൻ റിങ്ങിൻ്റെ വിടുത്ത് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് നോക്കുക, കറക്റ്റാണോ നോക്കുക. അപ്പോൾ എനിക്കിങ്ങനെ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ വിടുത്ത് കറക്റ്റായിട്ട് കിട്ടും. അധികം ലൂസായാലും ഇങ്ങനെ കളിക്കും. അപ്പോൾ അതിനുകൊണ്ട് കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ നോക്കുക. മെഷർമെൻറ്റ് നോക്കിയിട്ട് നമുക്ക് എത്ര റൗണ്ടാണോ വേണ്ടത് ഓരോ യാണിനനുസരിച്ചിട്ട് റൗണ്ട് കൂടിയും കുറയൊക്കെ ചെയ്യും. അപ്പോൾ 4 പ്ലേ ആണ് തന്നെ തിക്നെസ് കൂടിയ യാണും ഉണ്ടാവും, തിക്നെസ് കുറഞ്ഞ യാണും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ സ്റ്റിച്ചസ് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെയിൻ 1 ചെയ്തിട്ട് കുറച്ചധികം യാൺ എടുക്കുകയാണ്. യാണെന്ന് പറയുമ്പോൾ നമുക്ക് സൂചി കോർത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനും കൂടി ഉള്ള യാൺ എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വലുപ്പത്തിൽ യാൺ കട്ട് ചെയ്യുക. അതിനുശേഷം യാണിങ്ങനെ വലിച്ചിട്ട് ഇവിടെ ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു റിങ്ങിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു നൂലിൽ നമുക്ക്
യാണ് നീഡിൽ ഒന്ന് കോർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 2 3 4 5 6 7 7 റൗണ്ട് ചെയ്തപ്പോൾ നമുക്കൊന്നിങ്ങനെ വെച്ച് നോക്കാം. വെച്ച് നോക്കുമ്പോൾ കണ്ടോ, നമുക്കിനി ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് കിട്ടും. ഈ ഒരു രീതിക്ക് നിങ്ങൾ എടുത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ കട്ട് ചെയ്തിട്ടുള്ള യാണ് ഈ ഒരു സൂചിയിൽ കോർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലേക്ക് ഈ സൂചി ഒന്ന് കോർത്ത് കൊടുക്കാം. ചുറ്റിലും നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. നമുക്ക് റിങ് ഇങ്ങനെ ഇതിൻ്റെ സെൻറ്ററിലാക്കിയിട്ട് വെക്കുക. അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലേക്ക് നീഡിൽ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിലും തുന്നി കൊടുക്കുക. എല്ലാ ചെയിനിലും തുന്നി കൊടുക്കണം, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ രണ്ട് ചെയിനും കൊടുക്കുക. പിന്നെ ഇവിടുന്ന് നെക്സ്റ്റിൽ എല്ലാ ചെയിനിലും നമ്മളിങ്ങനെ തുന്നി കൊടുക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു എൻ്റെ എത്തുന്നവരെ തുന്നിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ക്രോഷറ്റിൻ്റെ ഭാഗം ഇവിടെ ആഡായിട്ടുണ്ട്. നമുക്ക് ഈ ലാസ്റ്റിൽ സ്റ്റിച്ചിലും ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു കെട്ടിട്ടിട്ട് ഉണ്ട്. അപ്പം നമ്മളെ യാണിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു യാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്ത് കൊടുക്കാം. ഇത് നമുക്കിവിടെ ബാലൻസ് ഉള്ളത് ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇപ്പോൾ ഇവിടെ വുഡൻ റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഇതിങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇങ്ങനെ തന്നെ കുട്ടിക്ക് കളിക്കാനൊക്കെ കൊടുക്കാം. പിന്നെ അതെല്ലാം നമുക്കിതിൽ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഹെഡൊക്കെ ഉണ്ടാക്കിയിട്ട് ടെഡീൻ്റെ ഹെഡ് അതുപോലെ ഓരോ കളേഴ്സിൽ ഹെഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ബണ്ണി വിയർ ഡോളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.